വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 4ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ അരിത്മെറ്റിക് ഓഫ് പാർട്സ് അല്ലെങ്കിൽ ഭാഗക്കണക്കുകൾ. നമ്മളതിൻ്റെ പാർട്ട് 1ഉം 2ഉം ഇട്ടിട്ടുണ്ട്. 1 കണ്ടതിന് ശേഷമേ 2 കാണാവൂ, 2 കണ്ടതിന് ശേഷമേ 3 കാണാവൂ കേട്ടോ. പാർട്ടായിട്ട് തന്നെ കാണാൻ കുഞ്ഞുങ്ങളെ കേട്ടോ. ചാടി കയറി പാർട്ട് 3ഉം പാർട്ട് 4ഉം ഒന്നും കാണരുത്. അതിൻ്റേതായ ഓർഡറിൽ തന്നെ കയറി കാണണം കേട്ടോ. എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ബേസാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. അതറിയാൻ വയ്യാതെ നമ്മൾ ചെയ്തതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത്. ആ ഓർഡറിൽ തന്നെ പഠിക്കണമെന്ന്. എന്ത് വന്നു ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയാം നിങ്ങൾ. ഇപ്പം നമ്മുടെ 2/6 പ്ലസ് നല്ലപോലെ നോക്കി മനസ്സിലാക്കണം. 2/6 പ്ലസ് ഇപ്പം 2/6 എന്ന് കൊടുത്തെന്ന് വെച്ചു കേട്ടോ. നമുക്ക് നോക്കേണ്ടത് ഈ ഡിനോമിനേറ്റർ രണ്ടും മീൻസ് ഛേദം, ഇത് അംശവും ഇത് ഛേദവുമാണ്. വരയ്ക്ക് മുകളിൽ തരുന്നത് അംശവും വരയ്ക്ക് താഴെ തരുന്നത് ഛേദവുമാണ്, അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. അപ്പം ഈ താഴെ തരുന്ന അതായത് ഛേദം രണ്ടും ഒരുപോലെയാണെങ്കിൽ നമ്മളോട് എന്താണോ ചെയ്യാൻ പറഞ്ഞത് അതങ്ങ് ചെയ്താൽ മതി. ഓക്കെ, വരയ്ക്ക് താഴെ രണ്ടും എന്താ തന്നിരിക്കുന്നത്? 6 അല്ലേ? അപ്പോൾ ആ 6നെ അതുപോലെ അങ്ങ് എഴുതുക. വരയ്ക്ക് മുകളിൽ തന്ന ഏത് സംഖ്യയാണെങ്കിലും തങ്ങളിൽ കൂട്ടുക. ഇവിടെ 2ഉം 2ഉം ആയതുകൊണ്ട് 2 + 2 = 4/6 ആണ്. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിനെ ചെറുതാക്കി എഴുതാൻ പറ്റുമോ എന്ന് നോക്കുക. ചെറുതാക്കി എഴുതാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ അങ്ങ് എഴുതിയാൽ മതി കേട്ടോ. ചെറുതാക്കി നോക്കിയാൽ 4ഉം 6ഉം ആവും നിങ്ങളെ വന്നേക്കുന്നത്. അതിനെ നമുക്ക് 2ൻ്റെ ടേബിൾ എഴുതാം അല്ലേ. 2 2 4 3 2 6 ഇത്രയേ ഉള്ളൂ സംഭവം. ഇതെന്തുകൊണ്ടാണ് ഇത്ര എളുപ്പമായതെന്നറിയോ? ഇതിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ടാണ്. ഒന്നും കൂടി വേണമെങ്കിൽ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ പറയാം 3/10 അധികം 6/10 എന്ന് നമുക്ക് തരിക. ഇവിടെ നോക്കൂ നിങ്ങളെ, ഇവിടുത്തെ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദമെന്ന് പറയുന്നത് ഒരുപോലെ ആയതുകൊണ്ട് അതിനെ അതുപോലെ തന്നെ അങ്ങ് എഴുതി വെക്കുക. ഒരുപോലെ ആയതുകൊണ്ടാണ് അതിനെ അതുപോലെ തന്നെ അങ്ങ് എഴുതി വെക്കുക. മുകളിൽ തന്നിരിക്കുന്ന 6ഉം 3ഉം 9 അപ്പോൾ 9/10. ഈ 9ഉം 10ഉം ഒരേ ടേബിളിൽ വരുന്നുണ്ടോ നോക്കുക. 9ഉം 10ഉം ഒരേ ടേബിളിൽ വരുന്നില്ല. അതുകൊണ്ട് അത്രയേ ഉള്ളൂ അതിൻ്റെ ആൻസർ. മനസ്സിലായോ? അത്രയേ ഉള്ളൂ. ഇത് ചിലപ്പോൾ ഒരു മാർക്കിനൊക്കെ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ചോദിക്കും ഈ കൂട്ടാൻ മാത്രമേ മീൻസ് അഡീഷൻ മാത്രമേ പറ്റത്തുള്ളൂ, കുറയ്ക്കാൻ പറ്റത്തില്ലേ അല്ലേ, സബ്ട്രാക്ഷൻ പറ്റത്തില്ലെന്ന് ചോദിച്ചാൽ നമുക്ക് അതും എഴുതാം. ഇപ്പം നോക്കിക്കേ, 8/10 അല്ലേ -1/10 എന്ന് വെച്ചോ. നിങ്ങൾ ഇത്രയും നോക്കിയാൽ അത് ഇതിൻ്റെ ഈ ഡിനോമിനേറ്റർ ഒരുപോലെയാണോ? ഡിനോമിനേറ്റർ ഒരുപോലെയാണോ? ആണെങ്കിൽ എന്ത് ചെയ്യുക? അത് അതുപോലെ എഴുതി വെക്കുക. നമ്മളോട് എന്താണോ ചെയ്യാൻ പറഞ്ഞത്, കൂട്ടാനാണെങ്കിൽ കൂട്ടി വെക്കുക, കുറയ്ക്കാനാണെങ്കിൽ കുറച്ച് വെക്കുക, അഡീഷൻ ആണെങ്കിൽ അഡീഷൻ ചെയ്യുക, സബ്ട്രാക്ഷൻ ആണെങ്കിൽ സബ്ട്രാക്ഷൻ. ഇവിടെ എന്താ സബ് അല്ലേ, സബ്ട്രാക്ഷൻ ആയതുകൊണ്ട് 8ൽ നിന്ന് 1 പോയാൽ 7. ഈ 7ഉം 10ഉം ഏതിൻ്റെയിലും ഒരേ ടേബിളിൽ വരുന്നുണ്ടോ? 7ഉം 10ഉം ഉണ്ടോ നിങ്ങളെ? ഇല്ല. അതുകൊണ്ട് അവിടെ അത്രയേ ഉള്ളൂ. ഇതാണ് ഒരേ ഡിനോമിനേറ്റർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യും എന്നുള്ളത്. ഇത്രയും ഒക്കെ ആണല്ലോ. നമ്മൾ ആ പറഞ്ഞ സ്റ്റെപ്പായിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കണേ കേട്ടോ. അത് ഓർഡറിൽ തന്നെ പഠിക്കണേ നിങ്ങളെ കേട്ടോ. ഇത് പാർട്ട് 3 ആണ്. ഇത് ഞാൻ ഒരേ ഡിനോമിനേറ്റർ വന്നാൽ എങ്ങനെ എഴുതുമെന്നൊന്ന് പറഞ്ഞു തന്നതാണ് കേട്ടോ. അങ്ങനെ അങ്ങനെ ചോദിക്കും. ഡിഫറൻറ്റ് ഡിനോമിനേറ്റർ വന്നാൽ നോക്കിക്കേ. ഇപ്പം 2/6 പ്ലസ് 1/3 എന്ന് തരുക. നോക്കിക്കേ, ഇതിൻ്റെ ഡിനോമിനേറ്റർ ഒരുപോലെയാണോ? ആണോ നിങ്ങളെ? ഇതിനെ നമുക്ക് പല രീതിയിലും ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഓരോ രീതിയും പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം മനസ്സിലാവുന്നത് ആ രീതി ചെയ്താൽ മതി കേട്ടോ. പല രീതി ഉണ്ടോ നിങ്ങളെ? നോക്കിക്കേ, ഇപ്പം ഇത് നമ്മുടെ ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? നമ്മളെപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടാലും ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടി ഒന്ന് ആവർത്തിച്ചെഴുതുക. അതായത് 2/6 പ്ലസ് 1/3 കേട്ടോ. ആദ്യമേ ക്വസ്റ്റ്യൻ എഴുതുക. ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടി ഒന്ന് എഴുതി വെക്കണം കേട്ടോ. എന്നിട്ട് ഇതിനകത്തിലെ ചെറിയ നമ്പർ ഏതാ നോക്കൂ നിങ്ങൾ. ഇവിടെ 6 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. ചെറിയ ഡിനോമിനേറ്റർ ഏതാ? ഇതാണ്. മനസ്സിലാക്കി പോണേ. ചെറിയ ഡിനോമിനേറ്റർ ഈ 3 ആണ് അല്ലേ. ഇത് 6 ഇത് 3 അപ്പോൾ ഈ 3നെ നമ്മൾ ഈ വലുതാക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ഈ ചെറിയ ഡിനോമിനേറ്ററിനെ തന്നിരിക്കുന്ന ആ വലിയ ഡിനോമിനേറ്റർ ആക്കാൻ പറ്റുമോ എന്ന് നോക്കുക. നോക്കിക്കേ, 3നെ നമ്മൾ ഏതിൻ്റെയും ടേബിളിൽ 6 വെച്ച് ചെയ്യാൻ പറ്റുമോ? പറ്റുമല്ലേ. എത്ര? 2 വെച്ച് നമുക്ക് പറ്റും. 3 × 2. ഇനി നമ്മൾ ഇവിടെ എത്രയാണോ എടുക്കുന്നത് അത് തന്നെ മേളിലെടുത്ത് ചെയ്യണം കേട്ടോ. ഇവിടെ എത്രയാണോ എടുക്കുന്നത് അത് തന്നെ എന്ത് ചെയ്യണം? മുകളിലും എഴുതണം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ 2/6നെ അതുപോലെ എഴുതുക. പ്ലസ് 1 × 2 2 ആണ്. 2 × 3 6. ഓക്കെ, ഡിനോമിനേറ്റർ സെയിം ആയാൽ നമുക്കറിയാം അല്ലേ. ആ ഡിനോമിനേറ്റർ അതുപോലെ എഴുതുക. നമ്മൾ മുകളിൽ പറഞ്ഞതാണ് ഡിനോമിനേറ്റർ എപ്പോൾ സെയിം ആയിട്ട് വരുന്നോ അത് അതുപോലെ എഴുതുക. എന്താണോ ചെയ്യാൻ പറഞ്ഞത് 2ഉം 2ഉം 4. ഇനി ഈ 4/2 ഏതിൻ്റെയും ടേബിളിൽ വരും? 2ൻ്റെ വരുന്നുണ്ടല്ലേ. 2 2 4 3 2 6. ഇതാണ് സംഭവം.
പിടികിട്ടിയോ? മനസ്സിലായോ? ഇനി ഇതിനെ നമുക്ക് വേറെ രീതി ചെയ്യാമെന്ന് പറഞ്ഞത് ഇതൊരു മോഡല്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ചെയ്യാം കേട്ടോ. ഇതൊരു മോഡല്. ഇതായത് നമ്മൾ ഈ പറഞ്ഞതെല്ലാം ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വന്നാൽ എങ്ങനെ ചെയ്യും, അത് കൂട്ടാനാണെങ്കിൽ എങ്ങനെ ചെയ്യാം, കുറയ്ക്കാനാണെങ്കിൽ എങ്ങനെ ചെയ്യാം. ഇനി ഇൻറ്റു ആണെങ്കിൽ എന്തോന്നറിയോ, നേരെ ഇൻറ്റു ചെയ്ത് അങ്ങ് വെച്ചാൽ മതി കേട്ടോ. ഇൻറ്റു അത് നിങ്ങൾക്ക് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറുന്നില്ല. നമുക്ക് പ്ലസും മൈനസും നോക്കാം. അപ്പോൾ ഒരേ ഡിനോമിനേറ്റർ വന്നു കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിനെ അതുപോലെ എഴുതി വെക്കുക, കൂട്ടാനാണെങ്കിൽ കൂട്ടുക, കുറയ്ക്കാനാണെങ്കിൽ കുറയ്ക്കുക. ഓക്കെ ആണല്ലോ നിങ്ങളെ? ഇനി ഡിഫറൻറ്റ് ഡിനോമിനേറ്റർ വന്നാൽ നമുക്ക് പല രീതിയിൽ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തതാണ് എന്താ, ചെറിയ ഡിനോമിനേറ്ററിനെ വലിയ ഡിനോമിനേറ്ററിലോട്ട് മാറ്റുക. ചെറുത് ഇവിടെ 3 ആ 3ൻ്റെ കൂടെ എത്ര വെച്ച് ഗുണിച്ചാൽ ഇൻറ്റു ചെയ്താൽ നമുക്ക് ഈ വലിയ ഡിനോമിനേറ്റർ കിട്ടും. എത്ര നിങ്ങൾ ഇവിടെ 2 അല്ലേ, 3ൻ്റെ കൂടെ 2, 3 × 2 ആണ് 6. ആ 2 ഇവിടെ എത്രയാണോ നമ്മൾ എടുക്കുന്നത് ഡിനോമിനേറ്ററിൽ, അത് മാത്രമാണ് നമ്മൾ മുകളിൽ കൊടുക്കുന്നത്. അപ്പോൾ ആ 2 ആണ് കേട്ടോ. അങ്ങനെ ഏതെങ്കിലും എടുത്ത് കൊടുക്കല്ലേ, ഇവിടെ ഏതാണോ എടുക്കുന്നത് അത് തന്നെ മുകളിൽ കൊടുക്കണം കേട്ടോ. അപ്പോൾ 3 × 2 6 ആണ്, 1 × 2 2 കണ്ടോ. അപ്പോൾ കിട്ടിയത് പറക്കി എഴുതുക. അപ്പോൾ നമുക്ക് 2/3 കിട്ടും. ഇനി ഓർ ഇതല്ല, വേറെ രീതിയിൽ നമുക്ക് ചെയ്ത് നോക്കാം. ഇത് തന്നെ കിട്ടുമോ നോക്കിക്കേ. 2/6 + 1/3 ആണ്. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങൾ. എന്താ, ഡിനോമിനേറ്റർ ഡിഫറൻ്റ് ആയാൽ നമുക്ക് ക്രോസ് മൾട്ടിപ്പിൾ എന്ന് പറയും കേട്ടോ. ക്രോസ് മൾട്ടിപ്പിൾ നോക്കാം. ഇപ്പം 2 ഞാൻ പറയില്ലേ, ക്വസ്റ്റ്യൻ ഒന്നും കൂടി എപ്പോഴും എഴുതിയെടുക്കണം കേട്ടോ. ക്രോസ് മൾട്ടിപ്പിൾ എന്ന് വെച്ചാൽ എന്താണെന്നറിയാം, ഇതിനെ ഇതുകൊണ്ട് ഇൻറ്റു കേട്ടോ, അതിൻ്റെ ഇൻറ്റു. അതായത് 2നെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യുക, 2നെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യുക, പ്ലസ് 1നെ 6 ഇൻറ്റു ഇല്ല, ഇൻറ്റു ഓർത്താൽ മതി, 1നെ 6 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഇത് നടുക്ക് ഏത് സൈനാണോ കിടക്കുന്നത് അത് വേണം ഈ നടുക്ക് എടുത്തിടാൻ കേട്ടോ. ബൈ 6 താഴെ കിടക്കുന്ന സംഖ്യ എന്ന് വെച്ചാൽ അത് അതുപോലെ എഴുതുക. 6 × 3 നോക്കാം. 2 × 3 എത്ര നിങ്ങളെ, 6 ആണ്. പ്ലസ് 1 × 6 എത്ര, 6 ആണ്. ബൈ 6 × 3 എത്ര നിങ്ങളെ, 18 ആണ്. നോക്കിക്കേ, 12/18. ഈ 12ഉം 18ഉം ഏതിൻ്റെയും ടേബിളിൽ വരുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ട് അല്ലേ? ഇത്രയ്ക്ക് നമുക്ക് അറിയത്തില്ല. ഇപ്പോൾ 6ൻ്റെ ടേബിളിൽ വരുന്നുണ്ട് അല്ലേ? എത്ര, 2 6 12, 3 6 18 കേട്ടോ. അതല്ല നിങ്ങൾക്ക് ഇങ്ങനെ ഒറ്റയടിക്ക് 6ൻ്റെ അറിയത്തില്ലെങ്കിൽ 12ൻ്റെ പകുതി എടുക്കുക, 6. 18ൻ്റെ പകുതി എടുക്കുക. എന്താ പറഞ്ഞാൽ 12ൻ്റെ പകുതി 6, 18ൻ്റെ പകുതി 9. ഇനി 6 3 ഏതാ, 3ൻ്റെ ടേബിളിൽ 2 3 6, 3 3 9 കണ്ടോ, 2/3 കിട്ടി. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഏതാണോ, നിങ്ങൾ ഓരോ പേർക്ക് ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്താൽ മതി കേട്ടോ. കാരണം എങ്ങനെയായാലും നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഒരു മെത്തേഡോടെ ചെയ്യാം. 2/6 + 1/3 നോക്കിക്കേ. ഇവിടെ നമ്മൾ ഡിനോമിനേറ്റർ ഡിഫറൻ്റ് ആയതുകൊണ്ട് ഈ താഴെ കിടക്കുന്നതിൻ്റെ ടേബിൾ എഴുതുക. നമുക്ക് ആദ്യം നോക്കിയാൽ 6ൻ്റെ ടേബിൾ, 6ഉം 3യുടെയും ടേബിൾ എഴുതുക. ഒരു 6, 2 6 12, 3 6 18, 6 4 24, അല്ലല്ല 1 6 6 3 4 6 30, 6 6 36 മതി. 3 4 എഴുതുക. ഇനി അടുത്ത 3ൻ്റെ ഒരു 3 3, 2 3 6, 3 9, 4 3 12, 5 3 15, 6 3 18 കണ്ടോ. ഇതിനകത്തിൽ ഒരുപോലെ വന്ന ഏതാണെന്ന് നോക്കുക. നോക്കി, ഇതിനകത്ത് ഒരുപോലെ വന്ന ഈ 6 മാത്രമേ ഉള്ളൂ അല്ലേ. ഒരു 3 4 എഴുതുമ്പോൾ ഒരുപോലെ മേളിലും താഴെയും വരുന്നുണ്ടെങ്കിൽ അവിടെ അങ്ങ് നിർത്തിയാൽ മതി. ഇത് ആദ്യമായിട്ടായതുകൊണ്ടാണ് ഒരുപോലെ ഏതാണോ വരുന്നത് അവിടെ കൊണ്ടങ്ങ് നിർത്തുക. നോക്കൂ നിങ്ങളെ ഇവിടെ നോക്കി, 6ൻ്റെ ടേബിളിൽ എന്താണ്, ഒറ്റ വെട്ടമാണ് വന്നത് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഏതാണ്ട് 2/6 × 1 അത് 1ൻ്റെ ടേബിളിലാവുന്നത്. അപ്പം 2/6 ആണ്. 1 ഒരു 6 6 ഒരു 6 6 1 × 6 ആണ് 6. അടുത്ത് നോക്കിയേ, 6 എത്ര, 2 എന്താ 3ൻ്റെ അല്ലേ, 2 3 ആണ് 6 വന്നേക്കുന്നത്. അതായത് ഇത് ഒന്നാമത്തെ ഇതിൽ നമുക്ക് കിട്ടിയില്ലേ, ഒരു 6 6 2 6 അങ്ങനെയല്ലേ. ഇത് നോക്കിയേ, ഒരു 3 3, 2 3 ആണ് 6 അല്ലേ കുഞ്ഞുങ്ങളെ. അപ്പം 1/3 എന്ന് എഴുതിയിട്ട് × 2 ആണ്. മനസ്സിലായോ? ഏതാണോ നമ്മൾ എടുക്കുന്നത് അത് തന്നെ മേളിൽ കൊടുക്കണം. അപ്പോൾ എത്ര, ഒരു 2 2, 2 3 6. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 2/6 + 4/6 അല്ലേ. എത്ര, 6 അല്ലേ, ഇങ്ങനല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയോ നിങ്ങൾ, 2/6 ഇവിടെ 2/6 കേട്ടോ, 2/6 2/6 കിട്ടിയത്. അപ്പോൾ എത്ര, 4/6 ആണ്. 4/6നെ നമ്മൾ ചെറുതാക്കിയാൽ നമുക്ക് എന്തോ കിട്ടും, 2ൻ്റെ ടേബിളിൽ 2 2 4 3 2 6, അപ്പോഴും നമുക്ക് 2/3 കിട്ടും. അപ്പം 3 രീതി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണോ മനസ്സിലായത് അത് ചെയ്യുക കേട്ടോ.
ടെസ്റ്റിനകത്തിൽ ഈ ബോക്സ് ഒക്കെ ഇട്ട് അപ്പോൾ നമ്മൾ ഇനി ഓരോന്നും അതിൻ്റെ രീതിയിലാണ് ചെയ്യുന്നത്. ഇതൊരു മോഡലുകളാണ്. നമുക്ക് ടെസ്റ്റിലെ ഓരോ കണക്കുകളും ചെയ്യാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ കുറേയൊക്കെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അത് ഉള്ളതുകൂടെ പോയോ? ഇതാവും നിങ്ങളെ പേജ് നമ്പർ 56ാമത്തെ പേജിലെ ഇങ്ങനൊരു കണക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അതിനകത്തിൽ നമുക്ക് കൊടുത്തേക്കുന്നതൊക്കെ 1/3 5/12 അല്ലേ. 1/3 5/12. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ പറഞ്ഞ രീതിയിൽ നമുക്ക് എഴുതാം. ഇപ്പോൾ നോക്കി എത്ര കോളം ഉണ്ടെന്ന് നോക്കിക്കേ ടെസ്റ്റിനകത്തിൽ. ഈ ചോദ്യം കേട്ടോ, കോളം കണ്ടോ നിങ്ങൾ എത്ര എണ്ണം കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പം നമ്മൾ ആ രീതി വേണം ചെയ്യാൻ കേട്ടോ. എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കിക്കേ. ഇപ്പം നമ്മൾ 3ഉം 12ഉമാണ് തന്നിരിക്കുന്നത് അല്ലേ. നമുക്കിതിനെ ഏത് രീതി വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. 1/3ഉം 5/12ഉമാണ് അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം? നമുക്കൊന്നുകിൽ എന്താ, അതായത് 1/3 + 5/12 നമ്മുടെ ചോദ്യം. ഡിഫറൻ്റ് ഡിനോമിനേറ്ററാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ചെറുതിനെ ഒന്നുകിൽ വലുതാക്കി, ടേബിളിൽ വരുന്നോന്ന് നോക്കുക, ചെറുതിനെ ഒന്നിലെ വലുതാക്കുക അല്ലേ. ഇവിടെ നോക്കുക, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതൊന്നും കൂടി ഒന്ന് എഴുതിക്കൂ. 5/12 നോക്കൂ നിങ്ങളെ. 3നെ നമുക്ക് വലുതാക്കാം. എത്ര? 3 × 4 12. അപ്പോൾ ആ 4 തന്നെ മേളിൽ കൊടുക്കണം. നമ്മൾ ഏതാണോ താഴെ എടുത്തത് അത് തന്നെ മേളിൽ കൊടുക്കണം കേട്ടോ. അപ്പോൾ എത്ര നോക്കിയേ, 1 × 4 4, 3 × 4 12 + 5/12. ഇപ്പോൾ എത്ര കിട്ടി? 5 4 9/12 കേട്ടോ. 9/12നെ നമുക്ക് കുറച്ചുകൂടെ ചെറുതാക്കി കൂടായോ? 9ഉം 12ഉം ഏതിൻ്റെ ടേബിളിൽ വരും? 3ൻ്റെ അല്ലേ. ഏതാ? 3 3 9, പിന്നെ 4 3 12. അതാണ് ആൻസർ. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം നോക്കിക്കേ. നമ്മുടെ ചോദ്യം എന്തായിരുന്നു നിങ്ങളെ ഇവിടെ? 3ൽ 1 അല്ലേ. 3ൽ 1 പ്ലസ് ഇത് എത്ര ഉണ്ട് മൊത്തം? 12 അല്ലേ. 5 കളർ അടിച്ചത് 5/12 കണ്ടോ. അപ്പം മൊത്തം കൂടെ എത്ര വന്നു? നമ്മൾ എന്തോ ചെയ്തു, ഇതിൻ്റെ ഇരട്ടി കണ്ടേ, ഡിനോമിനേറ്റർ വെച്ച് ചെയ്തപ്പം 4/12 അധികം 5/12 എങ്ങനെ കിട്ടിയെന്ന് അറിയാവേ? അങ്ങനെ 9/12 കിട്ടി. അതിനെ ലോവസ്റ്റ് ഫോമിലോട്ട് മാറ്റിയപ്പോൾ 3/4 കിട്ടി. കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഈ പടം നല്ലപോലെ നോക്കണേ. പടം നോക്കിയിട്ട് ആ ആൻസർ കൂടെ നോക്കണേ, ഇപ്പം മനസ്സിലാവും. അതല്ലെങ്കിൽ ദണ്ടിത്, അതായത് ഡിഫറൻ്റ് ഡിനോമിനേറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര ബോക്സ് തന്നെന്ന് നോക്കണേ കേട്ടോ. ഫസ്റ്റ് ഇത് ചോദ്യമാണ്. ആ ചോദ്യത്തെ നമ്മൾ അടുത്ത ബോക്സ് 2 ഇതാണ് കേട്ടോ. അതിനെ വീണ്ടും ചെറുതാക്കി ഇങ്ങനെ ആക്കി, അടുത്ത വീണ്ടും ചെറുതാക്കി ഇങ്ങനെ ആക്കി. ഇതാണ് നമ്മുടെ ടെസ്റ്റിൽ കേട്ടോ. ഡിനോമിനേറ്റർ സെയിം ആക്കാൻ നമ്മൾ എന്ത് ചെയ്തു? ചെറുതിനെ വലുതാക്കി. വലുത് എത്രയായിരുന്നു? 12, ചെറുത് 3. 3നെ 4 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് 12 കിട്ടി. മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം നോക്കിക്കേ. അടുത്ത പടം കണ്ടോ നിങ്ങളെ? എന്നിട്ട് ഈ പടം കണ്ടോ? ഇത് മൊത്തം എത്ര ഉണ്ട്? 6ൽ അല്ലേ. 1 2 3 4 5. 6ൽ 1ഉം ഇതോ 4ൽ 3ഉം. 6ൽ 1ഉം 4ൽ 3ഉം അല്ലേ. അങ്ങനെ എഴുതാം. 6ൽ 1 + 4ൽ 3. ഇതാണ് സംഭവം. ഇത് നോക്കിയേ. ഇപ്പം നമ്മൾ പറഞ്ഞ രീതി വെച്ച് നമുക്ക് പറ്റും നോക്കിയേ. 4നെ എത്ര, ചെറിയ സംഖ്യ 4ആണ്. ആ 4നെ എത്രയെങ്കിലും വെച്ച് ഇൻറ്റു ചെയ്താൽ നമുക്ക് 6 കിട്ടുമോ? ഇല്ല. അപ്പോൾ നമ്മൾ അടുത്ത മെത്തേഡ് നോക്കാം. നമുക്ക് 3 രീതി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇത് രണ്ടാമത്തെ അറിയോ നിങ്ങൾ? രണ്ടാമത്തെ പടം. നമ്മൾ ചെറിയ സംഖ്യ എടുക്കുക, ആ ചെറുതിനെ എത്രയേലും ടേബിളിൽ വെച്ച് ചെയ്താൽ നമുക്ക് ആ വലിയ സംഖ്യ കിട്ടുമോ? കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ അടുത്ത മെത്തേഡ് നോക്കുക. എങ്ങനെ ചെയ്യാം? ഒന്നുകിൽ നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും ടേബിൾ എടുത്ത് വെച്ച് ചെയ്യാം, അതല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം കേട്ടോ. എങ്ങനെ വേണമെന്ന് ചെയ്യാം. അവിടെ ബോക്സ് കൊടുത്തുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ടേബിൾ വെച്ച് ചെയ്യാം കുഞ്ഞുങ്ങളെ. നോക്കിയേ, ഫസ്റ്റ് 6ൻ്റെ ടേബിൾ, പിന്നെ 4ൻ്റെ ടേബിൾ. 6ൻ്റെ ടേബിൾ നോക്കി. 1 6 6, 2 6 12, 3 6 18, 4 24 മതി. എത്രയും നോക്കാം. അടുത്ത 4ൻ്റെ 1 4 4, 2 4 8, 3 4 12, 4 16. നോക്കിയേ 12 വരുന്നുണ്ടല്ലേ. 12ആണ് രണ്ടിടത്തും വന്നത്. അപ്പോൾ ആ 12 എടുക്കാം. നോക്കിയേ 1/6 ഇൻറ്റു 12 വരണമെങ്കിൽ എത്ര? 3 6 അല്ല 6 2 12. അപ്പോൾ ഇവിടെയും 2 അല്ലേ. ഇല്ല 2/12. ഇവിടെ നോക്കിയേ 3/4. 4 3ആണ് 12, 3 9, 9/12. അപ്പോൾ എത്ര?
2/12 അല്ലേ, 2/12 അധികം 9/12 ഈസിക്കൽ ടു 11/12 ആയിരിക്കും ആൻസർ. 11/12. അപ്പോൾ ബോക്സിൽ നമ്മൾ ഏതൊക്കെ എഴുതും? ഫസ്റ്റ് ബോക്സിൽ 1/6 പ്ലസ് 3/4. അടുത്ത ബോക്സിലോ ഇപ്പം നമുക്ക് കിട്ടിയ 2/12 പ്ലസ് 9/12 അല്ലേ. അടുത്തതിനകത്തിൽ 11/12. ഇനി ഈ രീതി നിങ്ങൾക്ക് ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ പറഞ്ഞ മിക്സഡ് ഫ്രാക്ഷന് അല്ലേ, മിക്സറല്ല, ക്രോസ് മൾട്ടിപ്പിൾ നമുക്ക് വേണേൽ അതുകൂടെ ഒന്ന് കാണിക്കാം കേട്ടോ, ഡൗട്ട് അങ്ങ് മാറുമല്ലോ. പ്ലസ് 3/4 അല്ലേ കുഞ്ഞുങ്ങളെ, ഇതിനെ ഇതുകൊണ്ടും ഇതിനെ ഇതുകൊണ്ടും നോക്കാം. 1 4 4 പ്ലസ് 6 3 18 ബൈ 6 4 24. 18 4 19 20 21 22/24. ഇത് രണ്ടിൻ്റെ ടേബിളിൽ പറ്റും കേട്ടോ. ഏതാ? 11 2 22 12 2 24 കണ്ടോ. ഇങ്ങനെയും ചെയ്യാം, നമുക്കിഷ്ടമുള്ള രീതി നമുക്ക് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഏതാണ് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ലല്ലോ കുഞ്ഞുങ്ങളെ, ഓരോരുത്തർക്കും ഓരോ രീതി. നമ്മൾ ആ 3 രീതി പഠിപ്പിച്ചതിൽ ഓരോ കുട്ടികൾ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ അത് ഒന്നുകൂടെ കയറി കാണണം കേട്ടോ. കണക്കൊക്കെ ഇപ്പോൾ ഒരാൾ പറഞ്ഞത് അത് അന്നേരം തന്നെ മനസ്സിലാവുന്നൊന്നുമില്ല, ഒരു 2 3 വട്ടം ഒക്കെ കണ്ടെങ്കിലേ മനസ്സിലാവത്തുള്ളൂ കേട്ടോ. നമ്മൾ നേരിട്ട് പഠിപ്പിക്കുമല്ലോ, കേക്കും ആയതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ 2 3 വട്ടം ഒക്കെ കയറി കാണണേ കുഞ്ഞുങ്ങളെ, എന്നാലേ മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അടുത്ത 3ാമത്തെ പടം നോക്കിയേ, ആ ചുമന്ന പടം നോക്കണേ കുഞ്ഞുങ്ങൾ. ദണ്ട് ഈ പടം നോക്കിക്കേ. 1 2 3 5ൽ 3 എത്ര? 8ൽ 3 അല്ലേ. 5ൽ 3 8ൽ 3 നോക്കാം. 5ൽ 3 പ്ലസ് 8ൽ 3 നോക്കിയേ. ചെറിയ സംഖ്യ നമുക്ക് വലിയ സംഖ്യയാക്കാൻ ഏതെങ്കിലും ടേബിൾ കൊണ്ട് പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒന്നുകിൽ ടേബിൾ എഴുതുക, അല്ലെങ്കിൽ നമുക്ക് ടേബിൾ എഴുതി നോക്കാം. 5ൻ്റെ 8ൻ്റെ 1 5 5 2 5 10 3 5 15 4 5 20 5 25 6 5 30 7 5 35 8 5 40. ഇനി 40 വരെ എഴുതി എന്തിനാണെന്നറിയോ? 8ൻ്റെ ടേബിളാണ് അടുത്തത്. 8ൻ്റെ ഇതിനകത്തിലൊന്നും വരത്തില്ലെന്ന് എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ആ 40 വന്നപ്പോൾ നിർത്തിയത്. 1 8 8 2 8 16 3 24 4 8 32 5 8 40 6 8 48 8 56 8 64 ഇത്രയും എക്സെട്ര. അപ്പോൾ ഇത് രണ്ടിലും പൊതുവായിട്ട് വന്നേക്കുന്ന ആരാ നോക്കിയേ? ഈ 40 വന്നേക്കുന്നത് കണ്ടോ. വേറെ ആരും അതിനകത്തിൽ ഒരുപോലെ വന്നിട്ടില്ല. അപ്പോൾ ആ 40 നോക്കിയേ. 40 വരുന്നത് 3/5 എഴുതുക കേട്ടോ. 3/5 പിന്നെ എത്ര കൊണ്ട് എഴുതപ്പോൾ 40 വന്നത്? 40 8 40 8. അപ്പോൾ ആയിട്ട് തന്നെ മേളിലേക്ക് എടുക്കുക. 3 24 5 8 40. അപ്പോൾ അത് കിട്ടി. അടുത്തതോ 40 ഏതാ? 1 2 3 4 5 8 5 40 അത് എഴുതി. 5ൻ്റെ കുഞ്ഞുങ്ങളെ അടുത്ത 3/8 അത് നമുക്ക് 8 5 45 രണ്ടും തിരിച്ചിട്ടെന്നേ ഉള്ളൂ അല്ലേ, നമ്പറുകൾ തിരിച്ചിട്ടെന്നേ ഉള്ളൂ. 3 5 15 ബൈ 8 40. ഓക്കെ. അപ്പം 24/40 അധികം 15/40 ഈസിക്കൽ ടു 5 4 9 39/40 വരും കേട്ടോ. 39/40. ഇനി ഇത് നിങ്ങൾക്ക് ഒരു വലുതായിട്ടോ ഈ ടേബിൾ എഴുതുന്നതൊക്കെ ഒരു അരോചകമായിട്ട് തോന്നുവാണെങ്കിൽ എന്താ, നമ്മൾ ആ ചെയ്ത രീതി ക്രോസ് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. 3/5 പ്ലസ് 3/8. ഇങ്ങനെ കുഞ്ഞുങ്ങളെ എനിക്ക് തോന്നുന്നു ഇതാണ് എല്ലാവർക്കും കൂടുതലും ഇഷ്ടപ്പെട്ടത് അല്ലേ. 3 × 8 അധികം 5 × 3. ഇനി ഡൗട്ട് വരും ഇതിങ്ങനെ തിരിച്ചെഴുതിയോണ്ട് കുഴപ്പമുണ്ടോ എന്ന്. കാരണം 3 × 8 എന്നുള്ളത് 8 × 3 എങ്ങനെ ആയാലും അത് കുഴപ്പമില്ല കുഞ്ഞുങ്ങളെ. ഇങ്ങനെ സാധാരണ നമ്മൾ ഇങ്ങനെയല്ലേ ഒരു വെട്ടുന്നത്. അപ്പോൾ ആ വെട്ടുന്ന ഓർത്താൽ മതി. ഇൻറ്റു പഠിക്കും നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടും ഇല്ലേ, അതുകൊണ്ട് അങ്ങനെ എഴുതിയതാണ് കേട്ടോ. ബൈ 5 × 8. ഇതിനെ ഇതുകൊണ്ട് ചെയ്യുക ദാണ്ടെ, ഇതിനെ ഇതുകൊണ്ട് ചെയ്യുക ദാണ്ടെ, ഇതിനെ ഇതുകൊണ്ട് ചെയ്യുക ദാണ്ടെ. നോക്കിക്കേ. 3 8 24 5 3 15 ബൈ 8 40. അപ്പോഴും എത്ര? 39/40. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ചെയ്യാം കേട്ടോ. ഓക്കെ ആണേ.
അപ്പോൾ നോക്കിയോ ഞാൻ ഓണായെന്ന് വിചാരിച്ച് ഇത് ഇത്രയും പഠിപ്പിച്ചത് കേട്ടോ. ക്യാമറ ഒന്ന് ഓഫാക്കിയപ്പോഴേ ഓണായെന്ന് വിചാരിച്ചു കേട്ടോ. നോക്കി നമ്മുടെ ടെസ്റ്റിലെ ചോദ്യമാണ് 1/4 + 1/8. ഇത്രയും ചെയ്തിപ്പോൾ ഞാൻ ഇത് നോക്കിയപ്പോഴാണ് നിങ്ങളെ ഓണായില്ലെന്ന് മനസ്സിലായേ. 1/4 നമ്മുടെ ഈ ചോദ്യമാണ്. 1/4 + 1/8, അതായത് കാൽക്കുലേറ്റ് ദ സം ഗിവൺ ബിലോ കേട്ടോ. ചുവടെ കൊടുത്തിരിക്കുന്ന തുകകൾ കണക്കാക്കുക എന്നുള്ളതാണ്. 1/4 + 1/8 ആണ്. ഇവിടുത്തെ ചെറിയ സംഖ്യ 4 ആണ് അല്ലേ. ആ 4നെ നമ്മൾ എന്തോ ആക്കണം, വലിയ സംഖ്യ 8 ആക്കണം. അപ്പോൾ എന്തോ ചെയ്യണം, 4 × 2 ആണ് 8. മനസ്സിലായോ? അപ്പോൾ ആ 2 തന്നെ മേളിൽ കൊടുക്കുക. 1 × 2 2. അപ്പോൾ എത്ര വരും? 1 × 2 2, 4 × 2 8. കണ്ടോ, ഡിനോമിനേറ്റർ സെയിം ആയി കഴിഞ്ഞാൽ അത് അതുപോലെ എഴുതി അങ്ങ് ചെയ്താൽ മതി. മനസ്സിലായല്ലോ. അടുത്തത് 3/4 + 1/6. 3/4 ഇവിടെ നോക്കിയേ, ചെറിയ സംഖ്യ 4 ആണ്, വലിയ സംഖ്യ 6 ആണ്. 4ൻ്റെ ടേബിളിൽ 6 വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വേറെ രീതി എടുക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ടേബിൾ എഴുതാം. നോക്കിയേ, 4ൻ്റെ ടേബിളും എഴുതുക, 6ൻ്റെ ടേബിളും എഴുതുക. ഇതിനകത്തിൽ രണ്ടിലും വന്നതാരാ? 12 ആണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഡിനോമിനേറ്ററിൻ്റെ കൂടെ എത്ര ഇൻറ്റു ചെയ്താൽ 12 വരും? 4ൻ്റെ കൂടെ 3 ഇൻറ്റു ചെയ്തപ്പോൾ 12 വന്നു. 6ൻ്റെ കൂടെ 2 ഇൻറ്റു ചെയ്തപ്പോൾ 12 വന്നു. അപ്പോൾ 9/12 2/12. അപ്പോൾ എത്ര? 11/12. ഇത്രയും ഞാൻ കുറേ സമയം എടുത്തിയാണ് അത് നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ നിങ്ങൾ. പക്ഷേ ക്യാമറ ഓഫായിപ്പോയി. കുഴപ്പമില്ല, നമുക്ക് അടുത്തതിൽ നോക്കാം. നോക്കിയേ, 1/3. അടുത്ത ചോദ്യമാണ് 1/3 + 2/5. ക്വസ്റ്റ്യൻ നല്ലപോലെ മൂന്നാമത്തെ ആണേ. 2 മൂന്നാമത്തെ നോക്കിക്കേ. ഇവിടെ നോക്കിയേ, 3ൻ്റെ ചെറിയത് 3 ആണ്. ഈ 3നെ ഏതെങ്കിലും ടേബിളിൽ 5 വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഒന്നുകിൽ ക്രോസ് മൾട്ടിപ്പിളോ ടേബിളോ എടുക്കുക. നോക്കാം, നമുക്ക് ടേബിൾ നോക്കാം. 3 1 3 3 2 3 6 3 9 4 3 12 5 3 15 എടുക്കാം. 5ൻ്റെ ടേബിൾ 1 5 5 2 5 10 3 5 15 4 5 20. ഏത് വരുന്നുണ്ടോ നിങ്ങളെ? 15 വരുന്നുണ്ടല്ലേ. ഇവിടെ രണ്ടിടത്തും പൊതുവായിട്ട് 15 വരുന്നുണ്ട്. അപ്പോൾ നോക്കിയേ, 3ൻ്റെ 1/3 എടുക്കുക. എത്ര 15 വരണമെങ്കിൽ 3 × 5 ആണ് 15. ഇവിടെ ഈ 5 തന്നെ മുകളിൽ കൊടുക്കുക അല്ലേ. 1 5 5 3 5 15. അപ്പോൾ അതിൻ്റെ കിട്ടി, 15 കിട്ടി. അടുത്ത നോക്കിയേ, 2/5 ആണ്. ഇതിനെ എത്ര ഇൻറ്റു ചെയ്താൽ 15 വരും? 5 3 ആണ് 15. ആ 3 തന്നെ മുകളിൽ കൊടുക്കുക. നമ്മൾ ഏതാണോ താഴെ എടുക്കുന്നത് അത് തന്നെ. നോക്കി എല്ലായിടം നോക്കിയേ, താഴെ ഏതാണോ എടുക്കുന്നത് അത് തന്നെ മേളിൽ കൊടുക്കണം അല്ലേ. 5 × 3 15, 2 3 6. നോക്കിയേ, ഡിനോമിനേറ്റർ ഒരുപോലെ വന്നില്ലേ. 5/15 അധികം 6/15 = 11/15. അത്രയേ ഉള്ളൂ. നിങ്ങൾ മറ്റേ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്ത് നോക്കി. ഏതാണ്ട് 1 × 5 നമുക്ക് അങ്ങനെ 1 × 5 5, 2 × 3 6/3 × 5 15. നോക്കിയേ, 11/15 ഒറ്റയടിക്ക് കിട്ടും. ഇത്രയും ചെയ്യാതെ തന്നെ നമുക്ക് കിട്ടും. ഏത് രീതി വേണമെങ്കിലും മതി കേട്ടോ. പക്ഷേ ബോക്സ് ഇട്ടാൽ നമുക്ക് ഇതുപോലെ ബോക്സിലാ തരുന്നതെങ്കിൽ കേട്ടോ, നമ്മൾ ചെയ്ത് ആലോചിച്ച് വേണം എഴുതാൻ. ചാടി കയറി എഴുതി വെക്കരുത് കേട്ടോ. ഓരോ ബോക്സുകളും എഴുതുന്ന ഇപ്പം നമ്മൾ ഈ പഠിപ്പിക്കുന്നത് കേട്ടോ. അടുത്ത എത്ര നിങ്ങളെ? 1/2 + 2/5. നോക്കിക്കേ, ഇവിടെയും 2ഉം 5ഉം വന്നേക്കുന്നത്. 2ഉം 5ഉം പറ്റുമോ? പറ്റത്തില്ല, യാതൊരു രക്ഷയില്ല അല്ലേ. 2ൻ്റെ ടേബിളിൽ 5 വരത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, 2ൻ്റെ നമുക്ക് ക്രോസ് മൾട്ടിപ്പിൾ തന്നെ വെക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നോക്കിക്കേ, ക്രോസ് മൾട്ടിപ്പിളിനെ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാൻ അറിയാൻ വയ്യാത്തവർക്ക് ഇൻറ്റു അടിക്കുക. ഇൻറ്റു കണ്ടോ, 1 × 5 1നെ 5 വെട്ടി. ഈ കിടക്കുന്ന പ്ലസിനെ അതുപോലെ ഇടുക. 2നെ 2 2 × 2 കാരണം ഇത് 2 താഴെ കിടക്കുന്ന 2 × 5. ഓക്കെ, 1 × 5 5, 2 × 2 4, 2 × 5 10, 5 4 9/10. കണ്ടോ, ഇങ്ങനെ എളുപ്പം ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം. 9/10. ഇതിനെ ചെറുതാക്കാൻ പറ്റത്തില്ല. അടുത്തത് ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, 5 ഉണ്ടല്ലോ. 2/3 + 1/5. നോക്കാം, ടേബിൾ വെച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യണം. എനിക്കൊന്ന് എല്ലാവർക്കും അതാ എളുപ്പം, ഒന്ന് ക്രോസ് മൾട്ടിപ്പിൾ ഇല്ലേ. പക്ഷേ ബോക്സ് ഇട്ട് തരുമ്പോൾ അത് നല്ലതുപോലെ ആലോചിച്ച് എഴുതണം കേട്ടോ. ബോക്സ് ഇട്ട് എന്തൊക്കെയാണെന്നുള്ളത് കേട്ടോ. ബോക്സ് ഇട്ടാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ടേബിൾ തന്നെ എഴുതണം കേട്ടോ. ഇപ്പം 3ഉം 5ൻ്റെയും ടേബിളാണ് എഴുതേണ്ടത്. 1 3 3 2 3 6 3 3 9 4 3 12 5 3 15, 1 5 5 2 5 10 3 5 15 4 5. അപ്പോൾ ഇവിടെ 15 ആണ് വന്നേക്കുന്നത് രണ്ടിടത്തും. അപ്പോൾ ഈ ഡിനോമിനേറ്ററിനെ 2/3 ഒന്നാമത്തെ
മൂന്നാമത്തെ എടുക്കുക, ഇൻറ്റു 15 വരണമെങ്കിൽ 3 × 5 ആണ് 15. ആ 5 തന്നെ വേണം മുകളിലും കൊടുക്കാൻ. 2 × 5 10, 3 × 5 15. മനസ്സിലായോ? അടുത്തത് എടുക്കുക, 1/5 ആണ്. 1/5നെ നമ്മൾ 5ൻ്റെ കൂടെ എത്ര ഇൻറ്റു ചെയ്താൽ 15 വരും? 3 ആണ്. ആ 3 തന്നെ മുകളിൽ കൊടുക്കുക. അപ്പോൾ 1 3 3, 5 3 15. അപ്പോൾ 10/15 അധികം 3/15 ആണ് വരുന്നത്, ഈസിക്കൽ ടു 13/15. ഇത്രയേ ഉള്ളൂ നിങ്ങളെ ആ എക്സർസൈസ്. പേജ് നമ്പർ 56 മൊത്തം നമ്മൾ ചെയ്തു. അതിനകത്തുള്ളൊരു ടാങ്കിൻ്റെ ഒരു ചോദ്യമുണ്ട്, അതുകൂടെ നമുക്കങ്ങ് ചെയ്തേക്കാം. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? മൂന്നാമത്തെ അതിൻ്റെ എക്സസൈസിലെ മൂന്നാമത്തെ ചോദ്യമാണ്. ഞാൻ ഇംഗ്ലീഷുകാരെ ഒന്ന് വായിക്കട്ടെ. There are 2 taps to fill a tank. There are 2 taps to fill a tank with water. If the first tap alone is opened, the tank would fill up in 10 minutes. If the second tap alone is opened, it would take it 15 minutes to fill up the tank. The first tap alone is opened, what fractions of the tank would be filled in 1 minute? If the second tap alone is opened, what fractions of the tank would be filled in 1 minute? Both the tap are opened, what fractions of the tank would be filled on 1 minute? If both the tap are opened, how much time would it take for the tank to be filled up? വല്ല മനസ്സിലായോ? അതിൻ്റെ മലയാളമാണ് ഈ കിടക്കുന്നത്. അതായത് ഒരു ടാങ്കിൽ വെള്ളം നിറയ്ക്കാൻ 2 കുഴലുകളുണ്ട്. ഒരു ടാങ്കിലാണ് ഒരു ടാങ്കിൽ വെള്ളം നിറയ്ക്കാൻ 2 കുഴലുകളുണ്ട്. ഒന്നാമത്തെ കുഴലിൽ മാത്രം തുറന്നു വെച്ചാൽ 10 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും. രണ്ടാമത്തെ കുഴൽ മാത്രം തുറന്നു വെച്ചാൽ ടാങ്ക് നിറയാൻ 15 മിനിറ്റ് വേണം. ചോദ്യം കേട്ടോടെ കുഞ്ഞുങ്ങളെ? 2 ടാപ്പ് ഉണ്ട്, മീൻസ് മനസ്സിലായോ? ഞാൻ ഇവിടെ വലിയൊരു ടാങ്കർ, ഇത് ഞാൻ വലിയൊരു ടാങ്കാണ്. ഈ ടാങ്കിനകത്തിൽ ഇവിടുന്ന് ഒരു പൈപ്പ് കൊടുത്തേക്കുക, ഇവിടുന്നും ഒരു പൈപ്പ് കൊടുത്തേക്കുക, 2 പൈപ്പ് കൊടുത്തേക്കുക കേട്ടോ. പൈപ്പ് കൊടുത്തേക്കുക ഇതിനകത്തിൽ വെള്ളത്തിന്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഒരു ടാങ്കിൽ വെള്ളം നിറയ്ക്കാൻ 2 കുഴലുകൾ എന്ന് വെച്ചാൽ ഈ ടാപ്പിൽ കൂടെയും ഉണ്ട്, ഈ ടാപ്പിൽ കൂടെയും ഉണ്ട് കേട്ടല്ലോ. 2 ടാപ്പാണ്, കുഴലുകളുണ്ട്. ഒന്നാമത്തെ കുഴൽ മാത്രം, ഇത് ഒന്നാമത്തെ കുഴലാണ്, ഇത് രണ്ടാമത്തേതാണ്. കുഴലുകൾ മാത്രം. ഇതിൽ ഒന്നാമത്തെ കുഴൽ മാത്രം തുറന്നു വെച്ചാൽ ഇത് മാത്രമാണ്, ഇതങ്ങ് അടച്ചേക്കുക. ഇത് മാത്രം തുറന്നു വെച്ചാൽ 10 മിനിറ്റ് മതി ഈ ടാങ്ക് നിറയാൻ. എത്ര കുഞ്ഞുങ്ങളെ? 10 മിനിറ്റ് കൊണ്ട് ഈ ടാപ്പ് തുറന്നു വിട്ട് കഴിഞ്ഞാൽ വെള്ളം നിറയും. പക്ഷേ ഇതിനി അടച്ചിട്ട് ഈ ടാപ്പാണ് തുറക്കുന്നതെങ്കിൽ 15 മിനിറ്റ് വേണം ഇത് നിറയാൻ. സംഭവം പിടികിട്ടിയ? ഇതൊരു ടാങ്കാണ്, 2 ടാപ്പാണ്, 2 കുഴൽ മീൻസ് ടാപ്പ് എന്ന് ഉദ്ദേശിച്ചാൽ മതി. ഒന്നാമത്തെ ഈ ടാപ്പിൽ നിന്നും വെള്ളം നമ്മളിങ്ങനെ ഒഴിച്ചാൽ 10 മിനിറ്റ് കൊണ്ട് ഈ ടാങ്ക് അങ്ങ് നിറയും. ഇനി ഇത് അടച്ചിട്ട് ഇതാണെന്ന് വിചാരിച്ചു, ഇതാണെങ്കിൽ രണ്ടാമത്തെ ടാപ്പാണെങ്കിൽ 15 മിനിറ്റ് വേണം ഈ ടാങ്ക് നിറയാൻ. ഇത്രയാവും നിങ്ങളെ ചോദിച്ചേക്കുന്നത്. അപ്പം അതത്രയും ചോദ്യമാണ്. പിന്നെ അവർ ചോദിച്ചതെന്നറിയോ? ഒന്നാമത്തെ കുഴൽ മാത്രം തുറന്നു വെച്ചാൽ 1 മിനിറ്റ് കൊണ്ട് ടാങ്കിൻ്റെ എത്ര ഭാഗം നിറയുമെന്നാണ്. ഒന്നാമത്തെ കുഴൽ മാത്രം തുറന്നു വെച്ചാൽ 1 മിനിറ്റിൽ അവർ പറഞ്ഞ 10 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയുമെന്നാവും. നിങ്ങൾ എന്താ കുഞ്ഞുങ്ങളെ പറഞ്ഞ 10 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് ആ ടാങ്ക് നിറയുമെന്നാണ് പറഞ്ഞത്. ടാങ്ക് നിറയുമെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് അല്ലേ? അപ്പോൾ 1 മിനിറ്റ് കൊണ്ട് അതപ്പോൾ എങ്ങനെ ഇരുന്ന് നമ്മൾ നോക്കിയേ? ഇഫ് ദ ഫസ്റ്റ് ടാപ്പ് എലോൺ ഈസ് ഓപ്പൺഡ്, ടൈം ടേക്കൺ ടു ഫില്ല് ദ ടാങ്ക് 10 മിനിറ്റ് അല്ലേ? അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? പാർട്ട് ഓഫ് ദ ടാങ്ക് ഫിൽഡ് 1 മിനിറ്റ് കൊണ്ട് 1/10. അതായത് ഒരു 10 മിനിറ്റ് കൊണ്ട് ഫുള്ള്, 10ൽ 10 എന്ന് വെച്ചാൽ ഫുള്ള് നിറയും. 10 മിനിറ്റ് കൊണ്ട് 10ൽ 10 എന്ന് വെച്ചാൽ ഫുള്ള് നിറയും. അപ്പോൾ 1 മിനിറ്റ് കൊണ്ട് എത്ര ആയിരിക്കും? 1 മിനിറ്റ് കൊണ്ട് 1/10 ആയിരിക്കും കുഞ്ഞുങ്ങളെ. 2 മിനിറ്റ് കൊണ്ട് 2/10, 3 മിനിറ്റ് കൊണ്ട് 3/10. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ 10 മിനിറ്റ് കൊണ്ടാകുമ്പോഴാണ് 10ൽ 10 എന്ന് വെച്ചാൽ ഫുള്ള് നിറയുന്നത്. മനസ്സിലാക്കണേ. 1 മിനിറ്റ് കൊണ്ട് 10ൽ 1 ഭാഗം നിറയും, 2 മിനിറ്റ് കൊണ്ട് 10ൽ 2 ഭാഗം നിറയും, 3 മിനിറ്റ് കൊണ്ട് 10ൽ 3 ഭാഗം നിറയും. അങ്ങനെ 10 മിനിറ്റ് കൊണ്ട് 10ൽ 10 ഭാഗവും നിറയും. ഇപ്പോൾ പിടികിട്ടിയോ? അപ്പം നമ്മൾ പാർട്ട് ഓഫ് ദ ടാങ്ക് ഫിൽഡ് 1 മിനിറ്റ് കൊണ്ട് കേട്ടോ. ഇത് ഇത്രയും മതി. ഇത് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്മുടെ ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ ആണ്. 1 മിനിറ്റ് കൊണ്ട് നമുക്ക് 1/10
കേട്ടോ. അപ്പോൾ അവിടെ മലയാളം മീഡിയക്കാർ എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? ടാങ്കിൻ്റെ 1/10 ഭാഗം നിറയും കേട്ടോ, മലയാളം മീഡിയക്കാർ കേട്ടോ. ഇനി സെക്കൻഡ് ടാപ്പ് എലോൺ ഈസ് ഓപ്പൺഡ്. സെക്കൻഡ് ടാപ്പ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 15 മിനിറ്റ് ആണ്. അതും ഈ പറയുന്ന പോലെ എന്താ 1/15, 2/15, 3/15 എഴുതി കൂടാ. 1 മിനിറ്റ് കൊണ്ട് എന്താ 15ൽ 1 ഭാഗം, 2 മിനിറ്റ് കൊണ്ട് 15ൽ 2 ഭാഗം, അങ്ങനെ 15ൽ 15 വന്നെങ്കിലേ ഒന്നാവത്തുള്ളൂ ഇല്ലേ? അതൊക്കെ അറിയാമല്ലോ. അങ്ങനെ എന്താ 15ൽ 15, അപ്പോൾ 15ൽ 1 പാർട്ട് ഓഫ് ദ ടാങ്ക് ഫിൽഡ് 1 മിനിറ്റ്. ഒറ്റ മിനിറ്റ് കൊണ്ട് 15ൽ 1 ഭാഗമാണ്. നല്ലപോലെ ഒന്നാമത്തെ കുഴൽ മാത്രം തുറന്നു വെച്ചാൽ 1 മിനിറ്റ് കൊണ്ട് ടാങ്കിൽ എത്ര ഭാഗം നിറയും അല്ലേ? 1 മിനിറ്റ് കൊണ്ട് 1/10. അതിൻ്റെ വേർഡ് പ്രോബ്ലം ആണ് കുഞ്ഞുങ്ങളെ. 1/10. രണ്ടാമതോ 15 മിനിറ്റിൻ്റെയോ 1/15 കേട്ടോ. ഇനി മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുമോ, ഇഫ് ബോത്ത് ദ ടാപ്പ് ആർ ഓപ്പൺഡ് ഫ്രാക്ഷൻസ് ഓഫ് ദ ടാങ്ക് ഫിൽഡ് എന്ന് വെച്ചാൽ മൂന്നാമത്തെ 2 കുഴലും കൂടെ തുറന്നു വെച്ചാൽ 1 മിനിറ്റ് കൊണ്ട് ടാങ്കിൻ്റെ എത്ര ഭാഗം നിറയും? നോക്കിയേ, നമുക്ക് ഒന്നാമത്തെ നോക്കൂ കുഞ്ഞുങ്ങളെ 1/10 കിട്ടി. രണ്ടാമത്തെ 1/15 കിട്ടി. നോക്കിക്കേ, ഡിഫറൻ്റ് ഇങ്ങനത്തുള്ള കണക്ക് ചെയ്യാൻ അവരിങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. ഡിഫറൻ്റ് ഡിനോമിനേറ്റർ വന്നാൽ എങ്ങനെ ചെയ്യാം? ഒന്നുകിൽ നമുക്ക് എന്താ കുഞ്ഞുങ്ങളെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ക്രോസ് മൾട്ടിപ്പിൾ അടിച്ചാൽ ഈ മേളിലൊക്കെ ഒന്ന് വന്നാൽ ചെയ്യാൻ എളുപ്പമാണ്. എന്തോന്നറിയാം? 1 × 15 അല്ലേ? 1 × 15 പ്ലസ്, അതായത് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാൻ 1 × 10 ബൈ 10 × 15 അല്ലേ? 1 × 15 15 പ്ലസ് 1 × 10 10 ബൈ 10 × 15 150. ഏതൊരു സംഖ്യയെ 10 കൊണ്ട് ചെയ്യുമ്പോഴും ആ സംഖ്യയുടെ കൂടെ 0 ഇട്ടാൻ കൊടുത്താൽ മതി കേട്ടോ. അതൊക്കെ അറിയാമോ? ഏതൊരു സംഖ്യയുടെ കൂടെ 10 കൊണ്ട് ഗുണിക്കുമ്പോഴും ഒരു 0 ആ സംഖ്യയുടെ കൂടെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി 100 കൊണ്ടാണെങ്കിലോ 2 0 ഇട്ട് കൊടുക്കണം കേട്ടോ. 1000 ആണെങ്കിൽ 3 0 ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഒക്കെ 15ഉം 10ഉം എത്ര കുഞ്ഞുങ്ങളെ? 25 ബൈ 150. 25 ബൈ 150 വരും കേട്ടോ. അപ്പോൾ അതിനെ നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും? കുറച്ചുകൂടെ കുഞ്ഞുങ്ങളെ. എത്ര? 25ഉം 150 5ൻ്റെ ടേബിളിൽ വരും അല്ലേ? 5 5 25. 150 എത്ര 5 150? നോക്കിയേ, 150 ഡിവൈഡ് 5, 3 5 15. പിന്നെ ഇവിടെ ഒരു 0 ഉണ്ട്, ആ 0 മേളിൽ കൊടുക്കുക. അപ്പം 30. ഇതിനെ വീണ്ടും നമുക്ക് ചെറുതാക്കാം അല്ലേ? 5/30 വീണ്ടും ചെറുതാക്കാം. 5ൻ്റെ ടേബിളിൽ വരും 1 5 5 6 5 30. 1/6 വരും കുഞ്ഞുങ്ങളെ. എങ്ങനെയാണ് വന്നതെന്ന് എന്തെങ്കിലും സംശയം ഉണ്ടോ? ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുന്ന കുറച്ച് എളുപ്പമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മേളിൽ 1 വന്നു കഴിഞ്ഞാൽ നമുക്ക് വലുതായിട്ട് ചെയ്യാൻ മെനക്കെടണ്ട. 1 × 15 15, 1 × 10 10 ബൈ താഴെ കിടക്കുന്ന 10 × 15 150 കേട്ടോ. ഇനി അതല്ല, ചെയ്യാൻ എളുപ്പത്തിന് വേണേ ഈ 0 വെട്ടിക്കളയാം. ബാക്കി 15 ഒക്കെ വരും കേട്ടോ. അങ്ങനെ ചെയ്യാൻ അറിയാവുന്നവർ ചെയ്താൽ വിട്ടാരെ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി അല്ലേ? നോക്കിക്കേ, 15 + 10 25 150. ഈ 25ഉം ലാസ്റ്റ് ഡിജിറ്റ് ഈ 5 0 വന്നാൽ 5ൻ്റെ ടേബിളിൽ പറ്റും. ലാസ്റ്റിൽ 5 0 ഒക്കെ വന്നാൽ 5ൻ്റെ ടേബിളിൽ പറ്റും. നമ്മൾ ഒന്നാമത്തെ പാഠത്തിലൊക്കെ പഠിച്ചതാ ഇല്ലേ? അപ്പോൾ 25 എന്ന് വെച്ചാൽ 5 5 25. 150-നകത്തിൽ 5 30 വട്ടം വരുന്നുണ്ട് 30. ഈ 5 30 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രൻ്റെ ടേബിളിലാണ്? 5ൻ്റെ ടേബിളിൽ തന്നെ വരും. 1 5 5 6 5 30 കേട്ടോ. 1/6 വരും അതിൻ്റെ ആൻസർ. ഓക്കെ ആണോ നിങ്ങളെ? ആ മൂന്നാമത്തെ ആൻസർ കേട്ടോ. ഇനി നാലാമത്തെ ഒരു 2 കുഴലും തുറന്നു വെച്ചാൽ എത്ര മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും? അടുത്ത 5ാമത്തെ ഒരു നാലാമത്തെ അല്ലേ? ഇത് 3ാമത്തെ ആയിരുന്നു. 4ാമത്തെ ചോദ്യം നോക്കൂ നിങ്ങളെ. ഈ 2 എണ്ണവും കൂടി തുറന്നു വെച്ചാൽ എത്ര സമയം എടുക്കുമെന്ന്. ഇപ്പോൾ 1/6 നമുക്ക് കിട്ടി അല്ലേ? 1/6 കിട്ടി നമുക്ക്. അതായത് ഒരു മിനിറ്റിൽ 1/6. അപ്പോൾ 2 മിനിറ്റിലോ? ഇത് 1 മിനിറ്റിൽ അല്ലേ? 1 മിനിറ്റ് കൊണ്ട് നമുക്ക് 1/6 ആണെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് എത്ര ആയിരിക്കും കുഞ്ഞുങ്ങളെ? 2 മിനിറ്റ് കൊണ്ട് 2/6 അല്ലേ? ഇല്ലയോ? അപ്പോൾ 3 മിനിറ്റോ? 3/6. 4 മിനിറ്റ് കൊണ്ട് 4/6 അല്ലേ? 5 മിനിറ്റ് കൊണ്ട് 5/6. 6 മിനിറ്റ് കൊണ്ട് 6/6. 6 മിനിറ്റ് എടുക്കുമ്പം ടാങ്ക് ഫുള്ളാവും. അപ്പം നമുക്ക് എത്ര വന്നത്? 6 മിനിറ്റ് ആവുന്നത് കേട്ടോ. എത്ര? 6 മിനിറ്റ്. വല്ല മനസ്സിലായോ ലാസ്റ്റിലത്തെ ചോദ്യം? നമ്മളോട് ബോത്ത് ടാപ്പ് ആർ ഓപ്പൺഡ്,
ടൈം ടേക്കൺ ടു ഫില്ല് 2 ടാപ്പ് കൊണ്ട്. ഇതൊരു ഇച്ചിരി വലിയ ചോദ്യം കേട്ടോ, ഒന്നും തോന്നില്ലേ, ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഇത് ഡിഫറൻറ്റ് ഡിനോമിനേറ്റർ വന്നാൽ എങ്ങനെ ചെയ്യുന്നു? മറ്റേ എന്താ 10 മിനിറ്റ് കൊണ്ട് എത്ര ആണ്, അപ്പോൾ 1/10, 15 ആയപ്പോൾ 1/15. പിന്നെ ഈ മൂന്നാമത്തതേ ഉള്ളൂ, അത് ഡിഫറൻറ്റ് ഡിനോമിനേറ്റർ വന്നുകൊണ്ട് അല്ലേ, ഛേദം ഡിഫറൻറ്റ് ആയതുകൊണ്ട് നമ്മൾ ആദ്യം തൊട്ട് ചെയ്യുന്ന രീതി വെച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങ് ചെയ്താൽ മതി. ക്രോസ് മൾട്ടിപ്പിൾ എളുപ്പമുള്ളവർ അങ്ങനെ ചെയ്യുക. പിന്നെ എന്താ ടേബിൾ എഴുതി 10ൻ്റെയും 15ൻ്റെയും ടേബിൾ എഴുതി എഴുതുന്നവർക്ക് അങ്ങനെ എഴുതാം കേട്ടോ. ഇതിനെ ഇരട്ടിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ആ 2 മെത്തേഡിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്യുക. ഇനി നോക്കിയേ, ലാസ്റ്റിൽ തന്നിരിക്കുന്ന ചോദ്യം. അപ്പോൾ നമുക്ക് 1/6 വരെ കിട്ടി, 6ൽ 1 എന്ന് കിട്ടി. 6ൽ 1 എന്ന് വെച്ചാൽ എന്താണ്? ഫിൽഡ് 1 മിനിറ്റ്, ഒരു 6ൽ 1. അപ്പം നമുക്ക് 1 മിനിറ്റിന് 6ൽ 1 എന്ന് നമുക്ക് കിട്ടി. 1 മിനിറ്റിൽ 6ൽ 1 ആണെങ്കിൽ 2 കുഴലും തുറന്നു വെച്ചാൽ 1 മിനിറ്റ് കൊണ്ട് 6ൽ 1 ഭാഗം വെള്ളമാവുമെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് 6ൽ 2 ഭാഗം കയറത്തില്ലേ? 3 മിനിറ്റ് കൊണ്ട് 6ൽ 3, അങ്ങനെ 6 മിനിറ്റ് കൊണ്ട് 6ൽ 6 ഫുള്ള്. അപ്പോൾ നമുക്ക് എത്ര മിനിറ്റ് എടുത്തും? 6 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും കുഞ്ഞുങ്ങൾ കേട്ടോ. എന്ന് വെച്ചാൽ 6 മിനിറ്റ് ആയപ്പോൾ 6ൽ 6 ഫുള്ളായി. 6 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്താ ടാങ്ക് ഫുള്ളായി കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ പറയണേ കുഞ്ഞുങ്ങളെ. ഇനി നമുക്ക് അടുത്ത കുറച്ചുകൂടി എളുപ്പമുള്ളതാണ് ഇനിയുള്ളത്, നമുക്ക് എളുപ്പ രീതിയിൽ പഠിക്കാം കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.